ഒരുപാട് പേര് മത്സരിക്കുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുകേഷ് മത്സരിക്കുന്ന എന്ന് പറയും. മുകേഷിന്റെ പേര് മത്സരിക്കാൻ ഒക്കത്തില്ലല്ലോ, ഒരാളല്ലേ മത്സരിക്കുക. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാതെ സംഘടനാ രംഗത്ത് സജീവമായി നിന്ന് സംഘടനാ പ്രവർത്തനം നടത്തി മരിക്കണമെന്നാണ് ആഗ്രഹം. എന്നാലും അൺകണ്ടീഷണലായിട്ടൊരു വടക്കേ ഇന്ത്യയെ പോലെ ആയിരിക്കും ഇത്തവണ പ്രേമേന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകരാണ്. അങ്ങനെ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമല്ല ആണെന്ന് പറയാൻ നിർവാഹം പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുകേഷ് മത്സരിക്കുന്ന എന്ന് പറയും. മുകേഷിന്റെ പേര് പറയുന്നുണ്ട്, ഐഷാപൂറ്റിയുടെ പേര് പറയുന്നുണ്ട്, പിന്നെ വേറെ ആളുകളും മത്സരിക്കുമെന്ന് പ്രചരിപ്പിക്കുന്നു. ആരോ വന്നോട്ടെ, കൂടെ മത്സരിക്കാൻ ഒക്കത്തില്ലല്ലോ, ഒരാളല്ലേ മത്സരിക്കുക. അത് അന്വേഷിച്ച് നടക്കുക ഇപ്പോൾ. ഏതായിരുന്നാലും അൺകണ്ടീഷണലായിട്ടൊരു വടക്കേ ഇന്ത്യയെ പോലെ അല്ലല്ലോ. പണ്ട് കാലത്ത് വടക്കേ ഇന്ത്യയിൽ പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ ജയിച്ചു. മനസ്സിലായില്ലേ? അവരങ്ങനെ കഴിവുള്ളവരെ മാത്രം നോക്കുന്ന പ്രസ്ഥാനമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിവുള്ളവരിപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന കഴിവുള്ളവരിപ്പോൾ പുറത്ത് കിടക്കുന്നില്ലേ എത്രയാണ്. സുധാകരന് സീറ്റ് പോലും കിട്ടിയില്ല. ശൈലജ ടീച്ചറും വെള്ളം കുടിക്കുകയല്ലേ, അവരെ ഇട്ട് വന്നടിക്കുകയല്ലേ ചെയ്യുന്നത്. തോമസ് ഐസക് ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ പാടില്ലല്ലോ. അവർ സീറ്റിന് വേണ്ടി ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമല്ല ആണെന്ന് പറയാൻ നിർവാഹമില്ല. വലിയ ഭൂരിപക്ഷമായിരിക്കും ഇത്തവണ പ്രേമേന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ക്ഷണിച്ച് ഞങ്ങളെ മുന്നണിയുടെ ഭാഗമാക്കിയതല്ലേ. ആ ഭാഗമാക്കിയതിൻ്റെ പേരിൽ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചതാണ്, എനിക്കുൾപ്പെടെ. അങ്ങനെയല്ലേ ഞങ്ങൾ ആ മുന്നണി തുടങ്ങി. എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകരാണ് ഇന്ന് മന്ത്രിമാരായിരിക്കുന്നത്. ഒന്ന് AK ശശീന്ദ്രൻ, ഞാനുള്ളപ്പോഴും എൻ്റെ സഹപ്രവർത്തകരാണ്. മനസ്സിലായി. മാത്യു ടി തോമസ് നേരത്തെ ഉണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ വരെ. ഞങ്ങളൊരു ടീമായിരുന്നു. സി ദിവാകരൻ എല്ലാം ഞങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തവരാണ്. ഇതിലെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ആ തീരുമാനം എടുത്തത് മറ്റൊന്നുമല്ല, ഈ കൊല്ലം പാർലമെന്റ് സീറ്റിന് വേണ്ടി മാത്രം ആയിരുന്നു അങ്ങനെ എടുത്തത്. എനിക്ക് 80 വയസ്സ് കഴിഞ്ഞു. എനിക്കിനി ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കണമെന്ന് താല്പര്യമില്ല, ആഗ്രഹവുമില്ല. തുച്ഛമായ കാശ് പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി. അടുത്ത കാലത്ത് എൻ്റെ ഭാര്യയും മരിച്ചു. മനസ്സിലായില്ലേ? പിന്നെ ഇനിയുള്ള സമയം കൊണ്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാതെ സംഘടനാ രംഗത്ത് സജീവമായി നിന്ന് സംഘടനാ പ്രവർത്തനം നടത്തി മരിക്കണമെന്നാണ് ആഗ്രഹം.